പണ്ട് മനുഷ്യർ കൃഷിയും കാലി വളർത്തലും ആരംഭിച്ച കാലത്ത് നമ്മൾ ഇന്ന് കാണുന്നതുപോലെയുള്ള പണമിടപാടുകൾ നിലവിലില്ലായിരുന്നു. അക്കാലത്ത് സാധനങ്ങളോ സേവനങ്ങളോ പരസ്പരം കൈമാറുന്ന രീതിയായിരുന്നു നിലനിന്നിരുന്നത്. ഇതിനെ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നു. അടുത്തതായി ലെഡ്ജർ സിസ്റ്റം വന്നു. വ്യക്തികളും സ്ഥാപനങ്ങളും പരസ്പരം നടത്തുന്ന ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്ന രീതിയാണ് ലെഡ്ജർ സിസ്റ്റം. അമ്പു തന്റെ കൈവശമുള്ള ഒരു ചാക്ക് നെല്ല് ഒരേ സമയം ചീരുവിനും നീലിക്കും കൊടുക്കാം എന്ന് ഏൽക്കുകയും നീലിയുടെ പക്കൽ നിന്നും ലഭിക്കുന്ന 2 കോഴികളേക്കാൾ ലാഭം ചീരുവിന്റെ പക്കൽ നിന്നും ഒരു ആടിനെ വാങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കി നീലിക്ക് കൊടുത്ത വാക്ക് പാലിക്കാതെ ചീരുവുമായി കച്ചവടത്തിൽ ഏർപ്പെടുന്നു. ഇത്തരം വാക്ക് മാറ്റങ്ങൾ പിന്നീട് തർക്കങ്ങൾക്കും പരാതികൾക്കും ഇടവരുത്തുന്നു. ഈ അവസ്ഥയിൽ ഇവർക്ക് ഒരു ഇടനിലക്കാരന്റെ സഹായം ആവശ്യമായി വരുന്നു. ഇടനിലക്കാരൻ ഇവർക്ക് വേണ്ടി ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു കേന്ദ്രീകൃത ലെഡ്ജർ സംവിധാനം രൂപപ്പെടുന്നു. ഒരു ഇടനിലക്കാരനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇടപാടുകൾ നടത്തുന്നതും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇടനിലക്കാരന്റെ കയ്യിലുള്ള കേന്ദ്രീകൃത ലെഡ്ജറിൽ തിരിമറികൾ നടന്നേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ എല്ലാവരുടെ കയ്യിലും എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തിയ ഓരോ ലെഡ്ജർ സൂക്ഷിക്കുകയേ നിർവാഹമുള്ളൂ. ഇത്തരത്തിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും പരിശോധിക്കാൻ സാധിക്കുന്ന ലെഡ്ജർ സംവിധാനത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ സിസ്റ്റം എന്ന് പറയുന്നു. വികേന്ദ്രീകൃത വിതരണ സംവിധാനം എന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു കറൻസി സമ്പ്രദായമാണ് ബിറ്റ്കോയിൻ. ഇത് പിന്നീട് ബ്ലോക്ക്ചെയിൻ ടെക്നോളജിയുടെ വികാസത്തിന് അടിത്തറയിട്ടു. ഇടനിലക്കാർ, ഇരട്ട പേയ്മെന്റ്, ഹാക്കർ ആക്രമണം, രേഖകളുടെ തിരിമറി എന്നിവ ഇല്ലാതാക്കാനും ഇടപാടുകൾ വേഗത്തിലാക്കാനും ബ്ലോക്ക്ചെയിൻ ടെക്നോളജി നമ്മെ സഹായിക്കുന്നു. ആരോഗ്യം, കരാറുകൾ, വിതരണം, പകർപ്പവകാശം, സമ്മതിദാനം, ക്രിപ്റ്റോകറൻസി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ആസറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഇൻഷുറൻസ്, ബാങ്കിംഗ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്നീ വിവിധ മേഖലകളിൽ ബ്ലോക്ക്ചെയിൻ ടെക്നോളജി ഇന്ന് ഉപയോഗിച്ചു വരുന്നു.